നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മഹാപുരോഹിതന്മാർ യേശുവിൻ്റെ അധികാരത്തെ സംശയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അവൻ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും അവൻ്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നതാർ എന്ന് ചോദിച്ചു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും. അത് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എന്ത് അധികാരം കൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയാം. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? അവർ തമ്മിൽ ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ നമ്മോട് ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നാം പുരുഷാരത്തെ ഭയപ്പെടുന്നു. എല്ലാവരും യോഹന്നാനെ പ്രവാചകൻ എന്നല്ലോ എണ്ണുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നുത്തരം പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത്, എന്നാൽ ഞാനിത് എന്ത് അധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് ഉള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിലെത്തി. അതിൻ്റെ മുറ്റത്ത് പ്രാക്കളെ വിൽക്കുന്നവരെയും പൊന്മാണിപ്പക്കാരെയും ഒക്കെ ചാട്ടവാറുകൊണ്ട് എടുത്ത് വീശി പുറത്താക്കി. യേശു പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയമായിരിക്കണം. പക്ഷെ നിങ്ങളതിനെ കള്ളന്മാരുടെ ഗുഹയാക്കിയിരിക്കണം. അവര് ഒരു പ്രതിവാദവും പറഞ്ഞില്ല. അവരോടൊന്ന് മാറിപ്പോയി. കൊച്ചുകുട്ടികൾ യേശുവിനെ ദാവീദ് പുത്ര ഞങ്ങളെ രക്ഷിക്കാം, ദാവീദ് പുത്ര ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുരോഹിതന്മാർക്ക് മനസ്സിലാകും. ദാവീദിനോടാണ് ദൈവം വാഗ്ദാനം ചെയ്തത്, നിന്റെ സന്തതിക്കായിരിക്കും എന്നേക്കുമുള്ള രാജ്യത്വം. സന്തതി എന്ന് ഉദ്ദേശിക്കുന്നത് സന്തതികൾ എന്ന അനേകരെക്കുറിച്ചല്ല, സന്തതി എന്ന ഏകനായ ദാവീദ് പുത്രനായ യേശുവിനെ കുറിച്ചാണ്. അപ്പം യേശു നിത്യരാജ്യത്വം സ്ഥാപിക്കും, അല്ലെങ്കിൽ ദൈവരാജ്യം സ്ഥാപിക്കും എന്ന് ദാവീദിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു. അതാണ് ഈ കുട്ടികൾ പറയുന്നത്. ദാവീദിനോട് വാഗ്ദത്തം ചെയ്ത ആള് യേശുവാണ് എന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. അപ്പോഴാണ് അവർ വന്ന് പറഞ്ഞത്, ഈ കുട്ടികളെ തടുക്കുക, ഇവർ പറയുന്നത് കേട്ടില്ലേ? യേശു പറഞ്ഞു, 8-ാം സങ്കീർത്തനത്തിൽ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ ബലം നിയമിച്ചിരിക്കുന്നു എന്നില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് പോലും ഇത് മനസ്സിലായി, ഞാൻ രക്ഷിതാവാണെന്ന്. അവർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, നീ എന്ത് അധികാരം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്? നിനക്ക് അധികാരം തന്നത് ആരാണ് എന്ന് പറഞ്ഞാൽ, ചാട്ടവാറെടുത്ത് ആടുകളെയും കാളുകളെയും ഒക്കെ ദേവാലയത്തിൽ നിന്ന് ഓടിക്കാനും, നാണ്യപീഠങ്ങളെ തൂക്കിക്കളയാനും, പ്രാക്കളെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറയാനും ഒക്കെയുള്ള ഈ അധികാരം, ഈ ദേവാലയ ശുദ്ധീകരണത്തിനുള്ള ഈ അധികാരം നിനക്ക് ആരാണ് തന്നത്? ഞങ്ങളെയൊക്കെ വിമർശിക്കാനുള്ള അധികാരം നിനക്ക് ആരാണ് തന്നത് എന്നാണ് അവരുടെ ചോദ്യം. യേശു അതിനുത്തരം അവരോട് പറയുന്നില്ല. കാരണം ഞാൻ പിതാവിൻ്റെ ഏകജാതനായ പുത്രനാണ്. ദൈവത്വത്തിലെ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവാൻ ദൈവത്തിലെ പുത്രൻ തമ്പുരാനാണ് ഞാൻ ദൈവം മനുഷ്യനായവനാണ് എന്ന് പറഞ്ഞാൽ അവർ പുച്ഛിക്കുകയുള്ളൂ. അത് പന്നിയുടെ മുമ്പിൽ മുത്തിടുന്നത് പോലെയുള്ള അവർ ചവിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു അവരോട് ഡയറക്റ്റായിട്ട് പറയാമായിരുന്നത്. എന്നാൽ ഇൻഡയറക്റ്റായിട്ട് യേശു അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം, നിങ്ങളതിന് ഉത്തരം പറയുക. യോഹന്നാൻ ആളുകളെ സ്നാനം കഴിപ്പിച്ചല്ലോ. നമുക്കറിയാം, പഴയ നിയമത്തിൽ ആളുകൾ സ്നാനം കഴിക്കണമെന്നൊന്നും പഴയ നിയമത്തിൽ വാക്യമില്ല. പക്ഷെ യോഹന്നാൻ ആളുകളെ സ്നാനം കഴിപ്പിച്ചു. യേശു ചോദിക്കുകയാണ്, ഈ യോഹന്നാന് ഈ സ്നാനം കഴിപ്പിക്കാനുള്ള അധികാരം ആരാണ് നൽകിയത്? പഴയ നിയമത്തിൽ യാതൊരു പ്രവാചകനും ആളുകളെ സ്നാനപ്പെടുത്തിയിട്ടില്ല. പക്ഷെ യോഹന്നാൻ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടണം. ഈ അധികാരം യോഹന്നാൻ ആരാണ് നൽകിയത് എന്ന് ചോദിച്ചു. ഈ അധികാരം ദൈവമാണ് നൽകിയത്. യോഹന്നാൻ ദൈവത്തിൻ്റെ
പ്രവാചകനായിരുന്നു എന്ന് അവർ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തുകൊണ്ട് ആ യോഹന്നാനെ കൈക്കൊണ്ടില്ല, നിങ്ങൾ എന്തുകൊണ്ട് സ്നാനപ്പെട്ടില്ല എന്നൊരു ചോദ്യം ഉണ്ടാവും. യോഹന്നാൻ സ്നാനം മനുഷ്യരിൽ നിന്നാണ്, യോഹന്നാൻ സ്വയമായിട്ട് സ്നാനപ്പെടുത്തുകയാണ്, ആരും അധികാരമൊന്നും കൊടുത്തിട്ടല്ല എന്നാണ് പറയുന്നതെങ്കിൽ ജനം കല്ലെറിയും. ജനത്തെ അവർ പേടിച്ചു. കാരണം ജനങ്ങളെല്ലാം ദൈവം അയച്ച പ്രവാചകനാണ് യോഹന്നാൻ എന്ന് വിശ്വസിക്കുകയാണ്. കാരണം യോഹന്നാൻ്റെ ജീവിതം അത്ര പവിത്രമായിരുന്നു, നീതിയും വിശുദ്ധിയുമുള്ള പുരുഷനായിരുന്നു യോഹന്നാൻ. തികച്ചും വ്യത്യസ്തനായിട്ട് ഒട്ടകരോമവും തോൽവാറും ധരിച്ചുകൊണ്ട് വെട്ടുക്കിളിയും കാട്ടുതേനും മാത്രം കഴിച്ചുകൊണ്ട് ജീവിച്ച ആളായിരുന്നു യോഹന്നാൻ. ആളുകളുടെ പാപത്തെ ഒന്നും പേടിക്കാതെ രാജാവിൻ്റെ പാപത്തെ പോലും തുറന്നു പറയാൻ മടിക്കാത്ത ആളായിരുന്നു. പടജനത്തോടും അതുപോലെ ചുങ്കക്കാരോടും എല്ലാം അവരുടെ പാപത്തെ പറഞ്ഞ ആളായിരുന്നു യോഹന്നാൻ. അപ്പോൾ തീർച്ചയായിട്ടും യോഹന്നാൻ സ്നാപകന് ദൈവത്തിൻ്റെ അധികാരം ഉണ്ടായിരുന്നു, അംഗീകാരമുണ്ടായിരുന്നു എന്നാണ് ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവർ പറയുകയാണ് അയാൾ വെറും ഒരു മനുഷ്യനായിരുന്നു, അയാൾ പുള്ളിക്ക് അങ്ങനെ തോന്നി എന്നാണ് പറയുന്നതെങ്കിൽ ജനം കല്ലെറിയും. അതുകൊണ്ട് അവർ പറഞ്ഞു അത് ദൈവത്തിങ്കിൽ നിന്നാണോ മനുഷ്യനിൽ നിന്നാണോ ഞങ്ങൾ അറിയുന്നില്ല, കാരണം അവർ തടി തപ്പിയതാണ് രക്ഷപ്പെടാൻ വേണ്ടി. യേശു പറഞ്ഞു അങ്ങനെയെങ്കിൽ എന്തധികാരം കൊണ്ട് ചെയ്യുന്നു എന്ന് ഞാനും പറയുന്നില്ല. കാരണം അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവരത് മുഖവിലേക്ക് എടുക്കുകയില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചെല്ലാം പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിൻ്റെ അംഗീകാരമുള്ള കാര്യമാണ്. ഇതിനെതിരായിട്ട് പറയാൻ സ്വർഗത്തിലാരുമില്ല, ഭൂമിയിലാരുമില്ല. അതുകൊണ്ട് ലോകാവസാനം വരെയുള്ള ആളുകൾ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് എന്നെ വിശ്വസിച്ച് സ്നാനപ്പെട്ട് എൻ്റെ വചനങ്ങൾ പഠിച്ച് അതനുസരിച്ച് എൻ്റെ ശിഷ്യരായിട്ട് തീരണം. അതിൽ കുറഞ്ഞതൊന്നും ക്രിസ്ത്യാനിത്തമല്ല. ചില ആളുകൾ പറയുന്നത് ക്രിസ്ത്യാനിയുടെ മക്കൾ ക്രിസ്ത്യാനികളാണ്, അതുകൊണ്ട് അവരെ സ്നാനം തളിപ്പിക്കാം, മാമോദീസ അവർക്ക് കൊടുക്കാം. ഇല്ല, എല്ലാവരോടും സുവിശേഷം പറയണം, എല്ലാവരും സുവിശേഷം കേൾക്കണം, എല്ലാവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അത് ഏറ്റുപറയണം. അതിനുശേഷം മാത്രമായിരിക്കണം സ്നാനം. വേദോത്സവത്തിൽ മാനസാന്തരപ്പെടാതെയും വിശ്വസിക്കാതെയുമുള്ള ഒരാളെയും സ്നാനപ്പെടുത്തിയിട്ടില്ല. മന്ത്രിയോട് പോലും പറഞ്ഞാൽ നീ പൂർണ്ണ ഹൃദയത്തോട് വിശ്വസിക്കുന്നെങ്കിലാകാം എന്നാണ്. തങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ ആളുകളെയാണ് സ്നാനപ്പെടുത്തിയത്. പ്രായമൊന്നും വിഷയമല്ല, എന്നാൽ ആ വിശ്വാസമാണ്. അത് നമ്മൾ അറിയിക്കണം, അത് നമ്മൾ പ്രസംഗിക്കണം. അല്ലാതെ നമ്മുടെ വീട്ടിൽ ജനിച്ച കുഞ്ഞ് ക്രിസ്ത്യാനിയല്ലേ എന്ന് വിചാരിക്കരുത്. അല്ല, വീണ്ടും ജനിച്ചാലേ ക്രിസ്ത്യാനിയാവുള്ളൂ. യേശുവിൻ്റെ വചനം കേട്ട് യേശുവിൻ്റെ ആത്മാവ് വ്യാപരിച്ച് പാപബോധമുണ്ടായി പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപിയാണെന്ന് സമ്മതിച്ച് യേശുവിനെ രക്ഷയ്ക്കായിട്ട് സ്വീകരിക്കുന്ന ആ നിമിഷം മാത്രമാണ് ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ആളുകൾ വേണം വിശ്വാസ സ്നാനം സ്വീകരിച്ച യേശുവിൻ്റെ ശിഷ്യരായി തീരുവാൻ. അതാണ് യേശുവിൻ്റെ അന്ത്യനിയോഗം, അതാണ് യേശുവിൻ്റെ അധികാരം. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു എന്ന് യേശു പറഞ്ഞത് ഉയർത്തെഴുന്നേറ്റ ശേഷമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശുവിൻ്റെ വാക്കുകൾക്ക് വില കൊടുത്ത് യേശുവിനെ അനുസരിച്ച് ആരാധിച്ച് അവൻ്റെ ശിഷ്യരാകുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.